കൂട്ടുകാരെ, ജനുവരി 2024 കറണ്ട് അഫേഴ്സിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. എല്ലാവർക്കും PSC വിന്നർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദനത്തിൽ രണ്ടാമത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ്. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ അരവിന്ദ് പനഗരിയയാണ്. ഡോക്ടർ അരവിന്ദ് പനഗരിയയാണ് 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത്. 62ാമത് കേരള സ്കൂൾ കലോത്സവ വേദി നമ്മൾ മനസ്സിലാക്കിയതാണ്. കൊല്ലമാണോ കണ്ണൂരായിരുന്നു ചാമ്പ്യനായത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മൊബൈൽ ആപ്പായിരുന്നു ഉത്സവം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മൊബൈൽ ആപ്പിൻ്റെ പേരാണ് ഉത്സവം. കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 2024 ജനുവരി 1 2024 ജനുവരി 1 കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ എല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട്. ഈ ആപ്ലിക്കേഷൻ നിർമ്മിച്ചിട്ടുള്ളത് IKM ആണ്, ഇൻഫർമേഷൻ കേരള മിഷനാണ് കെ സ്മാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിർമ്മിച്ചിട്ടുള്ളത്. 2024 ജനുവരിയിൽ രാജസ്ഥാനിലെ മഹാജനിൽ നടക്കുന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ. 2024 ജനുവരിയിൽ രാജസ്ഥാനിലെ മഹാജനിൽ നടക്കുന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസം ഡെസേർട്ട് സൈക്ലോൺ. രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഡെസേർട്ട് ഉള്ളതാണ്. അപ്പോൾ രാജസ്ഥാനിൽ നടക്കുന്ന സംയുക്ത സൈനിക അഭ്യാസം ഇന്ത്യയും UAEയും തമ്മിലാണ് 2024 ജനുവരിയിൽ. അതിൻ്റെ പേരാണ് ഡെസേർട്ട് സൈക്ലോൺ. 2024 ഇൻ്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസ്സിന് വേദിയാകുന്ന കേരളത്തിലെ സർവകലാശാലയാണ് കുഫോസ്. ഈ കുഫോസ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. 2024 ഇൻ്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസ്സിന് വേദിയാകുന്ന കേരളത്തിലെ സർവകലാശാലയാണ് കുഫോസ്. യൂറോപ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ പുതിയ പ്രസിഡൻ്റായി നിയമിതയായത് നാദിയ കാൽവിനോ. യൂറോപ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ പുതിയ പ്രസിഡൻ്റായി നിയമിതയായത് നാദിയ കാൽവിനോ. യൂറോപ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രസിഡൻ്റാകുന്ന ആദ്യ വനിതയും കൂടിയാണ് നാദിയ കാൽവിനോ. ഇരുചക്രവാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന പദ്ധതിയാണ് ബൈക്ക് എക്സ്പ്രസ്. ഇരുചക്രവാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന പദ്ധതി ബൈക്ക് എക്സ്പ്രസ്. വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ചത് ശീതൾ ദേവിക്കാണ്. വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ചത് ശീതൾ ദേവി. ഈ നേട്ടം കൈവരിച്ച ആദ്യ ഇന്ത്യൻ താരമാണ് ശീതൾ ദേവി. 2023 പുരുഷ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് മാഗ്നസ് കാൾസൺ. നോർവേയുടെ മാഗ്നസ് കാൾസൻ്റെ 5ാമത്തെ കിരീടമാണ്. 2023 പുരുഷ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് മാഗ്നസ് കാൾസൻ്റെ 5ാമത്തെ കിരീടം. 2023 വനിതാ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് ഓർത്തിരിക്കണം അനസ്താസിയ ബോട്ട്നറുക്കാണ് 2023 വനിതാ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് റഷ്യയിൽ നിന്നുള്ള. ജപ്പാൻ്റെ ആദ്യത്തെ ചന്ദ്രോപരിതല ദൗത്യമാണ് സ്ലിം. ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നഗരം നിലവിൽ വരുന്നത്. അയോധ്യ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരാണ് അയോധ്യ ധാം ജംഗ്ഷൻ. നീതി ആയോഗിൻ്റെ അടൽ ഇന്നൊവേഷൻ മിഷൻ്റെ മാർഗനിർദ്ദേശപ്രകാരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും സഹകരിച്ച് ആരംഭിച്ച പോർട്ടലാണ് മെടെക് മിത്ര. നീതി ആയോഗിൻ്റെ അടൽ ഇന്നൊവേഷൻ മിഷൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും സഹകരിച്ച് ആരംഭിച്ച പോർട്ടലാണ് മെടെക് മിത്ര. കേരള കർഷക തൊഴിലാളി യൂണിയൻ്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തിയ പ്രഥമ കേരള പുരസ്കാരം ലഭിച്ചത് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായ
VS അച്യുതാനന്ദനാണ്. ഓർത്തിരിക്കുക, കേരള കർഷക തൊഴിലാളി യൂണിയൻ്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തിയ പ്രഥമ കേരള പുരസ്കാരമാണ് VS അച്യുതാനന്ദന് ലഭിച്ചത്. ഇന്ത്യയിലെ രണ്ടാമത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ഒടലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രമാണ്. പാലക്കാട്, കോഴിക്കോട് ജില്ലയിലെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഇന്ത്യയിലെ ആദ്യ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി. അപ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ഒടലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രം പാലക്കാട്, കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് ജില്ലയിലെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഇന്ത്യയിലെ ആദ്യ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി. അപ്പോൾ ഈ ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതാണ് പാലക്കാട്. ആദ്യത്തേത് കക്കോടി, കോഴിക്കോട് ജില്ലയിൽ. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിന് മാർഗനിർദ്ദേശപ്രകാരം 10 ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന ആശുപത്രികളെയാണ് ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളായി പ്രഖ്യാപിക്കുന്നത്. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിന് മാർഗനിർദ്ദേശക പ്രകാരം എന്ത് ചെയ്യും? 10 ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന ആശുപത്രികളെയാണ് ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളായി പ്രഖ്യാപിക്കുന്നത്. കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം ഒരുങ്ങുന്നത് ഫറോക്കിലാണ്. കോഴിക്കോടിലെ ഫറോക്കിലാണ് കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം ഒരുങ്ങുന്നത്. ഏത് സംസ്ഥാനമാണ് പൊയ്ല ബൊയ്സാക്കിനെ സംസ്ഥാന ദിനമായി പ്രഖ്യാപിച്ചത്? ഏത് സംസ്ഥാനമാണ് പൊയ്ല ബൊയ്സാക്കിനെ സംസ്ഥാന ദിനമായി പ്രഖ്യാപിച്ചത്? പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്ന ദ്വാരക ഏത് സംസ്ഥാനത്തിലാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്നത് ഗുജറാത്തിലെ ദ്വാരകയാണ്. ഗുജറാത്തിലെ ദ്വാരകയുടെ തീരത്തുള്ള ചെറുദ്വീപായ ബെറ്റിലാണ് പദ്ധതിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത് ഗുജറാത്തിലെ ദ്വാരകയുടെ തീരത്തുള്ള ചെറുദ്വീപായ ബെറ്റിലെ കാഴ്ചകൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് അന്തർവാഹിനി ടൂറിസം ലക്ഷ്യമിടുന്നത്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2023 CG ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ഉല്ലല ബാബുവിനാണ്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2023 CG ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ഉല്ലല ബാബു. 2024 ജനുവരിയിൽ കേരളത്തിലെ ഏത് ജില്ലയാണ് ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്നത്? ആലപ്പുഴയാണ്. ഓർത്തുവെക്കുക. പ്രവാസികാര്യ മന്ത്രാലയത്തിൻ്റെയും നോർക്കയുടെയും കൗതുക കണക്കനുസരിച്ച് കേരളീയർ ഇല്ലാത്ത ഏക രാജ്യം ഉത്തര കൊറിയയാണ്. ഇത് എക്സാമിന് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനാണ്. പ്രവാസികാര്യ മന്ത്രാലയത്തിൻ്റെയും നോർക്കയുടെയും കൗതുക കണക്കനുസരിച്ച് കേരളീയർ ഇല്ലാത്ത ഏക രാജ്യം ഉത്തര കൊറിയ. 2024 അവിടുത്തെ ഭരണാധികാരി ആരുടെന്ന് അറിയല്ലേ? കിം ജോങ് ഇൻ. 2024 ജനുവരിയിൽ ഫിഡെ ലോക റാങ്കിങ്ങിൽ ആദ്യ 50-ലെത്തിയ ആദ്യ മലയാളി താരമാണ് SL നാരായണൻ, 42ാം സ്ഥാനം. ഓർത്തിരിക്കുക, 2024 ജനുവരിയിൽ ഫിഡെ ലോക റാങ്കിങ്ങിൽ ആദ്യ 50-ലെത്തിയ ആദ്യ മലയാളി താരം SL നാരായണൻ, 42ാം സ്ഥാനം. നിഹാൽ സരിന് 43ാം സ്ഥാനം. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചി. ഹ്യുണ്ടായി ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായ ബോളിവുഡ് അഭിനേത്രിയാണ് ദീപിക പദുക്കോൺ. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടത് S. ശ്രീകലയാണ്. ബോർഡിൽ നിന്ന് തന്നെ ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് S. ശ്രീകല. 2024 നടക്കുന്ന 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയാകുന്ന കേരളത്തിലെ ജില്ല വയനാടാണ്. വയനാടിലെ അമ്പലവയലിലാണ് 2024 നടക്കുന്ന 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയാകുന്നത്. 2023 ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയത് കേരളമാണ്. 2ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കും 3ാം സ്ഥാനം ഹരിയാനയ്ക്കും. വേദി മഹാരാഷ്ട്രയായിരുന്നു. അപ്പോൾ 2023 ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക് മീറ്റിൻ്റെ വേദി മഹാരാഷ്ട്രയും കിരീടം നേടിയത് കേരളവും. 2ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കും 3ാം സ്ഥാനം ഹരിയാനയ്ക്കും. ജനങ്ങളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായി പ്രജപാലന പരിപാടി. ഈ പ്രജപാലന അല്ലെങ്കിൽ ഈ പ്രജ എന്ന് തുടങ്ങുന്നത് ബന്ധപ്പെട്ട് മിക്കതും തെലങ്കാന സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ പല ക്വസ്റ്റ്യനും മനസ്സിലാക്കിയിരുന്നു. ജനങ്ങളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായി പ്രജപാലന പരിപാടി ആരംഭിച്ച സംസ്ഥാനം തെലങ്കാന. P. വത്സലയുടെ നെല്ല് എന്ന പ്രശസ്ത നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം
അടുത്തിടെ അന്തരിച്ചു. അവരുടെ പേരാണ് കുറുമാട്ടി. അപ്പോൾ പി വത്സലയുടെയാണ് നെല്ലെന്ന് പറയുന്ന നോവൽ. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിതേഷ് ജി. ചിത്രകലയുടെ അരങ്ങിലെ ആവിഷ്കാരമായ വരയരങ്ങ് എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവാണ് കവിയും ചിത്രകാരനും വാഗ്മിയുമായ ജിതേഷ് ജി. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിതേഷ് ജി. 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ് മൗണ്ട് ലവോട്ടോബി-ലാക്കി. 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം മൗണ്ട് ലവോട്ടോബി-ലാക്കി. രക്താർബുദ ചികിത്സയ്ക്കുള്ള രാജ്യത്തെ ആദ്യത്തെ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ച ആശുപത്രി ടാറ്റാ മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ബോംബെയിലെ ടാറ്റാ മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് രക്താർബുദ ചികിത്സയ്ക്കുള്ള രാജ്യത്തെ ആദ്യത്തെ ഓറൽ കീമോ മരുന്ന് വികസിപ്പിച്ച ആശുപത്രി. കുട്ടികളുടെ രക്താർബുദ ചികിത്സയ്ക്കായി കഴിക്കാവുന്ന രാജ്യത്ത് ലഭ്യമായിട്ടുള്ള ആദ്യ കീമോതെറാപ്പി മരുന്നാണ് ഇത്. ഈ മരുന്നിൻ്റെ പേര് പ്രിവോൾ എന്നാണ്. ഈ മരുന്നിൻ്റെ പേര്. ടാറ്റാ മെമ്മോറിയൽ ഹോസ്പിറ്റലാണത് വികസിപ്പിച്ച് എടുത്തത്. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ ആദ്യ കടൽ ഭക്ഷണ റെസ്റ്റോറൻറ്റ് നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആഴാകുളം എന്ന സ്ഥലത്താണ്. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കീഴിൽ ആദ്യ കടൽ ഭക്ഷണ റെസ്റ്റോറൻറ്റ് നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആഴാകുളം. സാധാരണക്കാരനും അതിവേഗ യാത്രാ വാഗ്ദാനം ചെയ്യുന്ന ആദ്യ അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടികൾ ഫ്ലാഗ് ഓഫ് ചെയ്തത് 2023 ഡിസംബർ 30-നാണ്. അപ്പോൾ അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടികൾ, അതിനകത്ത് സ്ലീപ്പർ കോച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടികൾ ഫ്ലാഗ് ഓഫ് ചെയ്ത 2023 ഡിസംബർ 30-നാണ്. വന്ദേ ഭാരതിനകത്ത് സ്ലീപ്പർ കോച്ചില്ല. അപ്പോൾ സാധാരണക്കാരനും യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിവേഗം യാത്ര ചെയ്യാൻ പറ്റുന്ന അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടികൾ ഫ്ലാഗ് ഓഫ് ചെയ്ത 2023 ഡിസംബർ 30-ന്. ഇതിനെ മുമ്പ് അറിയപ്പെട്ടിരുന്ന വന്ദേ സാധാരൺ എക്സ്പ്രസ് എന്നാണ്. തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ച നോബൽ സമ്മാന ജേതാവാണ് മുഹമ്മദ് യൂനിസ്. തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ച നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനിസ്. ഇദ്ദേഹത്തിന് 2006 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ബംഗ്ലാദേശിൻ്റെ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഗ്രാമീണ ബാങ്കിൻ്റെ സ്ഥാപകനും ആയിരുന്നു ഈ മുഹമ്മദ് യൂനിസ്. വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ ഓർത്തുവെക്കുക. സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1930 1930. സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവർ കൃഷിഭൂമി വാങ്ങുന്നതിന് താത്കാലികമായി വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. 2023 ഡിസംബറിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് മന്ത്രിമാർക്ക് ജില്ലകളുടെ രക്ഷാധികാരിയുടെ ചുമതല നൽകിയത്? തെലങ്കാന. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവ വേദി പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ. ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്ന ഉപഗ്രഹം GSAT-20. അപ്പോൾ GSAT-20 വിക്ഷേപിക്കുന്നത് ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ആപ്പ് ചലോ ആപ്പ്. ഓർത്തേക്കുക, KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ആപ്പാണ് ചലോ ആപ്പ്. ലോക ബ്രെയിൻലി ദിനം ജനുവരി 4-ആണ്. ബ്രെയിൻലി എന്ന ലിപിയുടെ ഉപജ്ഞാതാവായ ലൂയിസ് ബ്രെയിൻലിയുടെ ജന്മദിനമാണ് ജനുവരി 4. സംസ്ഥാന ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ജേതാക്കളായത് തിരുവനന്തപുരമാണ്. സംസ്ഥാന ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ജേതാക്കളായത്. കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന് വേദിയായത് ആലപ്പുഴ ജില്ലയിലെ ചേപ്പാടാണ്. രാജസ്ഥാനിലെ ആദ്യ സ്റ്റോക്ക് പാർക്ക് ആരംഭിക്കുന്നത് കോട്ടയിലാണ്. രാജസ്ഥാനിലെ കോട്ടയാണ്. ഈ കോട്ടയിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് നമ്മുടെ ലോക്സഭാ സ്പീക്കറായ ഓം ബിർള. 2023 ഡിസംബറിൽ വിരമിച്ച മലയാളത്തിലെ ആദ്യത്തെ വനിതാ ന്യൂസ് റീഡർ ആണ് ഹേമലത. അയോധ്യയിലെ ശ്രീരാമചന്ദ്ര ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിൻ്റെ ശില്പി അരുൺ യോഗിരാജാണ്. അയോധ്യയിലെ ശ്രീരാമചന്ദ്ര ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിൻ്റെ ശില്പി
എന്ന് തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ സ്റ്റാറുകൾ, സൂപ്പർനോവകൾ തുടങ്ങിയവയുടെ പഠനത്തിനായി 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോസാറ്റ്. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ സ്റ്റാറുകൾ, സൂപ്പർനോവകൾ തുടങ്ങിയവയുടെ പഠനത്തിനായി 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ദൗത്യം എക്സ്പോസാറ്റ് സൗരയുധത്തിലെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. 2024 ജനുവരിയിൽ ലക്ഷദ്വീപിലെ കവരത്തിയിൽ ആദ്യമായി ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി. അടുത്തിടെ പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥാപിതമായത് വൃന്ദാവനിലാണ്, ഉത്തർപ്രദേശിലെ വൃന്ദാവൻ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ IMAയുടെ പ്രസിഡന്റായി ചുമതലയിട്ടത് ഡോക്ടർ RV അശോകൻ. ശുദ്ധമായ ഊർജ്ജം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്രീൻ ഹൈഡ്രജൻ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. 2024 109ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി പഞ്ചാബിലെ ലൗലി സർവകലാശാല. ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ്. 2024 ജനുവരിയിൽ ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയ രാജ്യം UK ആണ്. 2024 ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് തിരുവനന്തപുരമാണ്. വിളകളുടെ വളർച്ചയ്ക്ക് ഊർജം പകരാൻ സഹായിക്കുന്ന വൈദ്യുത ചാലകതയുള്ള ഇലക്ട്രോണിക് മണ്ണ് വികസിപ്പിച്ച രാജ്യം. ഒരു സൂപ്പർ ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. സ്വീഡനാണ് വിളകളുടെ വളർച്ചയ്ക്ക് ഊർജം പകരാൻ സഹായിക്കുന്ന വൈദ്യുത ചാലകതയുള്ള ഇലക്ട്രോണിക് മണ്ണ് വികസിപ്പിച്ച രാജ്യം സ്വീഡൻ. 2024 ജനുവരി 3 ഏത് നവോത്ഥാന നായകൻ്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഈജിപ്ത്, ഇറാൻ, സൗദി അറേബ്യ, എത്യോപ്യ, UAE. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്ന ജില്ല മഞ്ചപ്പാലം, കണ്ണൂർ ജില്ലയിലെ. പുതുവത്സര ദിനത്തിൽ തുടർച്ചയായി ഭൂകമ്പങ്ങൾ അനുഭവപ്പെട്ട ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ. ആഗോള കുടുംബദിനം ജനുവരി 1. ഈ വർഷത്തെ, അതായത് 2024 ആഗോള കുടുംബദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്ന ഗ്ലോബൽ ഫാമിലി ഡേ. വൈവിധ്യങ്ങളെ സ്വീകരിക്കുക, കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുക. പുതുവത്സരം, അതായത് ന്യൂ ഇയർ ആദ്യമെത്തുന്ന രാജ്യം പസഫിക് സമുദ്രത്തിലെ ഒരു ചെറുദ്വീപ് രാജ്യമായ കിരിബാത്തിയിലാണ് ആദ്യമായി ന്യൂ ഇയർ എത്തുന്നത്. 2024 പത്മ പുരസ്കാരങ്ങൾ 132 പേർക്കാണ് ലഭിച്ചത്. 5 പേർക്ക് പത്മവിഭൂഷൺ, 17 പേർക്ക് പത്മഭൂഷൺ, 110 പേർക്ക് പത്മശ്രീ. 2024 പത്മവിഭൂഷൺ ലഭിച്ചവർ: വൈജയന്തി മാല സിനിമാ താരമാണ്, തമിഴ്നാട്ടിൽ നിന്നുള്ള. ചിരഞ്ജീവി സിനിമാതാരം, ആന്ധ്രാപ്രദേശ്. വെങ്കയ്യ നായിഡു മുൻ രാഷ്ട്രപതി, ആന്ധ്രാപ്രദേശാണ് സ്വദേശം. ബിന്ദേശ്വർ പഥക് ബീഹാർ, സാമൂഹ്യ പ്രവർത്തകനാണ്. സുലഭ് ഇൻ്റർനാഷണൽ എന്ന സന്നദ്ധ സംഘടനയുടെ സ്ഥാപകനാണ് ബിന്ദേശ്വർ പഥക്. പത്മ സുബ്രഹ്മണ്യം, ഭരതനാട്യം നർത്തകി, തമിഴ്നാട്ടിൽ നിന്നുള്ള. 2024 പത്മഭൂഷൺ ലഭിച്ച മലയാളികളാണ് ജസ്റ്റിസ് ഫാത്തിമ ബീബിയും O രാജഗോപാലും, മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള. 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ: എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ചിത്രൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചത്. ആധ്യാത്മിക ആചാര്യൻ മുനി നാരായണ പ്രസാദ്. തെയ്യം കലാകാരൻ EP നാരായണ പെരുവണ്ണാൻ. തിരുവിതാംകൂർ കൊട്ടാരത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി. കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ. കാസർകോട്ടെ നെൽകർഷകൻ സത്യനാരായണ ബലേരി. 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാനാണ് പാർവതി ബർവ. അസമിൽ നിന്നുള്ള പാർവതി ബർവയ്ക്കാണ് 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ. മരണാനന്തര ബഹുമതിയായി 2024 ഭാരതരത്ന ലഭിച്ച ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയും സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന വ്യക്തിയാണ് കർപ്പൂരി ഠാക്കൂർ. ഇത് ഓർത്തു വെക്കേണ്ട സംഗതിയാണ്. അപ്പോൾ കർപ്പൂരി ഠാക്കൂറിന് മരണാനന്തര ബഹുമതിയാണ് ആയിട്ടാണ് 2024 ഭാരതരത്ന ലഭിച്ചത്. ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയും സോഷ്യലിസ്റ്റ് നേതാവുമൊക്കെ ആയിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എല്ലാവർക്കും അറിയാവുന്നതാണ്, ജനുവരി 26. 2024 ഈ റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം ജനാധിപത്യത്തിൻ്റെ മാതാവ് വികസിത ഭാരത്. ജനാധിപത്യത്തിൻ്റെ മാതാവ് വികസിത ഭാരതം എന്നതാണ് 2024 റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം. 2024 റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയായത് ഫ്രഞ്ച് പ്രസിഡൻ്റായ ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു. റിപ്പബ്ലിക് ദിന പരേഡിൽ നാവികസേനാ സംഘത്തിൻ്റെ പ്ലാറ്റൂൺ കമാൻഡറാകുന്ന മലയാളിയാണ് ലഫ്റ്റനൻറ്റ് H ദേവിക.
ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ സംരക്ഷണത്തിനായി 2023-24 ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് അമൃത് ധാരോഹർ പദ്ധതി. ഈ പദ്ധതി ആരംഭിച്ചത് 2023 ജൂൺ. നിലവിലെ ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 75 എണ്ണമാണ്. 75 എണ്ണമാണ് റാംസർ സൈറ്റുകളുടെ ഇന്ത്യയിലെ എണ്ണം. എല്ലാ വാർഡുകളിലും ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് പുന്നപ്ര തെക്ക്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൻ്റെ മുഖ്യ സ്പോൺസർ ടാറ്റ ഗ്രൂപ്പാണ്. ടാറ്റ IPL എന്നാണ് അറിയപ്പെടുന്നത്. ദേശീയ സമ്മതിദാന ദിനം, അതായത് നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ് ജനുവരി 25. 2024 ദേശീയ സമ്മതിദാന ദിനത്തിൻ്റെ പ്രമേയം വോട്ട് ചെയ്യുന്നതിനോളം മഹത്തരം മറ്റൊന്നുമില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും. 2024 ദേശീയ സമ്മതിദാന ദിനത്തിൻ്റെ പ്രമേയം വോട്ട് ചെയ്യുന്നതിനോളം മഹത്തരം മറ്റൊന്നില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും. ഇപ്പോൾ ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ. അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം ജനുവരി 24. ജനുവരി 24 അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം. ദേശീയ ബാലികാ ദിവസം ജനുവരി 24. ജനുവരി 24 ദേശീയ ബാലികാ ദിവസ്. ടെന്നീസ് ഡബിൾസിൽ ലോക റാങ്കിങ്ങിൽ ലോക 1-ാം നമ്പർ താരമാകുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ താരമാണ് രോഹൻ ബൊപ്പണ്ണ. രോഹൻ ബൊപ്പണ്ണയാണ് ടെന്നീസ് ഡബിൾസിൽ ലോക റാങ്കിങ്ങിൽ ലോക 1-ാം നമ്പർ താരമാകുന്ന ഏറ്റവും പ്രായം കൂടിയ താരം. അപ്പോൾ നമ്മൾ മുകളിൽ ജനുവരി 26 റിപ്പബ്ലിക് ഡേ, അതേപോലെ തന്നെ നാഷണൽ വോട്ടേഴ്സ് ഡേ ജനുവരി 25, ദേശീയ ബാലികാ ദിവസം, അതേപോലെ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനവും നമുക്ക് വേണമെങ്കിൽ അത് ഓർത്തു വെക്കാം. റിപ്പബ്ലിക് ദിനത്തിൽ വോട്ട് ചെയ്യാൻ പോയ വിദ്യാഭ്യാസമുള്ള ബാലിക എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഡ് വെച്ചിട്ട് നമ്മൾ പഠിക്കാം. അപ്പോൾ ആ ഡേറ്റ് ബാക്കിലേക്ക് എടുക്കാം. ജനുവരി 26 റിപ്പബ്ലിക് ഡേ, അതേപോലെ തന്നെ നാഷണൽ വോട്ടേഴ്സ് ഡേ സംവിധാന ദിനം ജനുവരി 25, അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം ജനുവരി 24, ബാലികാ ദിവസം ജനുവരി 24 തന്നെയാണ് ബാലികാ ദിവസം വിദ്യാഭ്യാസ ദിനവും വരുന്നത്. അപ്പോൾ റിപ്പബ്ലിക് ദിനത്തിൽ വോട്ട് ചെയ്യാനായി വിദ്യാഭ്യാസമുള്ള ബാലിക പോയി. 96ാമത് ഓസ്കാറിൽ ബെസ്റ്റ് ഡോക്യുമെൻ്ററി വിഭാഗത്തിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ഡോക്യുമെൻ്ററി ടു കിൽ എ ടൈഗർ. 96ാമത് ഓസ്കാറിൽ ബെസ്റ്റ് ഡോക്യുമെൻ്ററി വിഭാഗത്തിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ഡോക്യുമെൻ്ററിയാണ് ടു കിൽ എ ടൈഗർ. ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ഇന്ത്യ വികസിപ്പിച്ച ആദ്യത്തെ തദ്ദേശീയ വാക്സിനാണ് ഹെവിഷ്വ. ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ഇന്ത്യ വികസിപ്പിച്ച ആദ്യത്തെ തദ്ദേശീയ വാക്സിൻ ഹെവിഷ്വ. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് എന്ന ബയോഫാർമ കമ്പനിയാണ് വാക്സിൻ വികസിപ്പിച്ചത്. സംസ്ഥാനത്തെ ബഡ് സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ലയാണ് വയനാട്. അതായത് സ്പെഷ്യൽ സ്റ്റുഡൻസിന് വേണ്ടി, അല്ലേ, സ്പെഷ്യൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കലോത്സവമാണ്. അതായത് സ്പെഷ്യൽ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കലോത്സവമാണ് ബഡ് സ്കൂൾ കലോത്സവം. ആ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ലയാണ് വയനാട്. ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പ്ലാന്റ് നിലവിൽ വരുന്നത് ഗുജറാത്തിലെ ജാംനഗറിലാണ്. ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പ്ലാന്റ് നിലവിൽ വരുന്നത് ഗുജറാത്തിലെ ജാംനഗർ. ദേശീയ കയ്യെഴുത്ത് ദിനം ജനുവരി 23. ദേശീയ കയ്യെഴുത്ത് ദിനം ജനുവരി 23. കുനോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഈ മധ്യപ്രദേശിലാണ്, കുനോ ദേശീയോദ്യാനത്തിലാണ് ചീറ്റകളെ, നമീബിയയിൽ നിന്നുള്ള ചീറ്റകളെ പ്രധാനമന്ത്രി തുറന്നുവിട്ടത്. ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചലച്ചിത്രമാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ? സുഗതകുമാരി. അപ്പോൾ സുഗതകുമാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചലച്ചിത്രമാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. ഇന്ത്യയിലെ ആദ്യ സ്റ്റീൽ സ്ലാഗ് റോഡ് നിലവിൽ വന്ന ദേശീയപാത NH-66. മുംബൈ ഗോവ ദേശീയപാതയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ സ്ലാഗ് റോഡ് നിലവിൽ വന്നത്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് NH-66. ഇന്ത്യയിലെ ആദ്യ സ്റ്റീൽ സ്ലാഗ് റോഡ് നിലവിൽ വന്നത് സൂറത്താണ്, ഗുജറാത്ത്. ഗുജറാത്തിലെ സൂറത്തിലാണ് ഈ സ്റ്റീൽ സ്ലാഗ് റോഡ് നിലവിൽ വന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ തൊട്ട് മുകളിൽ എന്താണ് മനസ്സിലാക്കിയത്? ഇന്ത്യയിലെ ആദ്യ സ്റ്റീൽ സ്ലാഗ് റോഡ് നിലവിൽ വന്ന ദേശീയപാതയാണ് NH-66. മുംബൈ ഗോവ ദേശീയപാത. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാതയും NH-66 ആണ്, മുംബൈ ഗോവ ദേശീയപാത. ഇതിലെ ആദ്യ സ്റ്റീൽ സ്ലാഗ് റോഡ് നിലവിൽ വന്നത് സൂറത്തിലാണ്, ഗുജറാത്തിൽ. രണ്ടാമത് സംസ്ഥാന കിഡ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് മലപ്പുറമാണ്. രണ്ടാം സ്ഥാനത്ത് പാലക്കാടും
മൂന്നാം സ്ഥാനത്ത് തൃശ്ശൂർ. മലേറിയക്കെതിരായി ലോകത്ത് ആദ്യമായി പതിവ് വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യമാണ് കാമറൂൺ. മലേറിയക്കെതിരായ ലോകത്ത് ആദ്യമായി പതിവ് വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം കാമറൂൺ. ഇന്ത്യയിൽ ഉപഗ്രഹ ഇൻ്റർനെറ്റ് ലൈസൻസ് ലഭിച്ച മൂന്നാമത്തെ കമ്പനിയാണ് സ്റ്റാർലിങ്ക്. എക്സ് കമ്പനിയുടെ അല്ലേ സ്റ്റാർലിങ്ക്, ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക്. ഇന്ത്യയിലെ ഉപഗ്രഹ ഇൻ്റർനെറ്റ് ലൈസൻസ് ലഭിച്ച മൂന്നാമത്തെ കമ്പനി സ്റ്റാർലിങ്ക്. ഇൻ്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് തട്ടിപ്പിൽ നിന്ന് രക്ഷ നേടാൻ ബ്രൗസ് സേഫ് ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനമാണ് കർണാടക. ഇൻ്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് തട്ടിപ്പിൽ നിന്ന് രക്ഷ നേടാൻ ബ്രൗസ് സേഫ് എന്ന് പറയുന്ന ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം കർണാടക. IT പ്രൊഫഷണലുകളായ സ്ത്രീ സംരംഭകർക്കായി ഷീ ഹബ് എന്ന പേരിൽ തൊഴിലിടമൊരുക്കുന്ന കോർപ്പറേഷൻ തിരുവനന്തപുരം. IT പ്രൊഫഷണലുകളായ സ്ത്രീ സംരംഭകർക്കായി ഷീ ഹബ് എന്ന പേരിൽ തൊഴിലിടമൊരുക്കുന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം. ICC പ്രഖ്യാപിച്ച 2023 ഏകദിന ടീമിൻ്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് രോഹിത് ശർമ്മ. ICC പ്രഖ്യാപിച്ച 2023 T20 ടീമിൻ്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂര്യകുമാർ യാദവ്. കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നയപ്രഖ്യാപനത്തിനായി അദ്ദേഹം വായിക്കാനായിട്ട് എടുത്ത സമയം എന്ന് പറഞ്ഞാൽ 78 സെക്കൻഡാണ്. 1982 ജനുവരി 29 ഗവർണറായിരുന്ന ജ്യോതി വെങ്കടാചലം നടത്തിയ 4 മിനിറ്റ് പ്രസംഗമായിരുന്നു മുൻപത്തെ റെക്കോർഡെന്ന് പറയുന്നത്. അതായത് നയപ്രഖ്യാപനം വായിക്കാനായിട്ട് എടുത്ത മുൻപത്തെ റെക്കോർഡ് 1982 ജനുവരി 29 ഗവർണറായിരുന്ന ജ്യോതി വെങ്കടാചലം എടുത്ത 4 മിനിറ്റിനെയാണ് ഇപ്പോഴത്തെ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ 78 സെക്കൻഡ് കൊണ്ട് മറികടന്നത്. സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാലയാക്കാൻ ഒരുക്കുന്ന കേരളത്തിലെ സ്ഥാപനമാണ് കേരള കലാമണ്ഡലം. 2023 സാങ്കല്പിക ഏകദിന ക്രിക്കറ്റ് ടീമിൻ്റെ നായകനായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ തിരഞ്ഞെടുത്തത് രോഹിത് ശർമ്മയാണ്. UGCയുടെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നേടുന്ന കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ വ്യക്തിയാണ് ഷാമായസ് പ്രഭ. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ BCCI ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ശുഭ്മാൻ ഗില്ലിനാണ്. ആർക്കാണ്? ശുഭ്മാൻ ഗില്ലിനാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്. വിരാട് കോഹ്ലി എന്ന് എഴുതി വെച്ച് കളയല്ല. വെട്ടുക്കിളി ശല്യം നേരിടാൻ ഇന്ത്യ 40,000 ലിറ്റർ മാലത്യൂൺ കീടനാശിനി നൽകിയത് ഏത് രാജ്യത്തിനാണ്? വെട്ടുക്കിളി ശല്യം നേരിടാൻ ഇന്ത്യ 40,000 ലിറ്റർ മാലത്യൂൺ കീടനാശിനി നൽകിയത് അഫ്ഗാനിസ്ഥാനാണ്. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത കഥകളി ചെണ്ട വിദ്വാനാണ് ആയാങ്കുടി കുട്ടപ്പ മാരാർ. കഥകളി ലോകത്തെ അതികായനെന്ന് ആയാങ്കുടി കുട്ടപ്പ മാരാറെ വിശേഷിപ്പിക്കപ്പെട്ടു. സ്കൂളുകൾക്ക് സമീപമുള്ള റോഡുകളിൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനായി നിലവിൽ വരുന്ന പദ്ധതിയാണ് സേഫ് റോഡ് പദ്ധതി. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത നിർമ്മിത ബുദ്ധി അധിഷ്ഠിത പ്രോസസ്സറാണ് കൈരളി. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു സർവകലാശാലയിൽ AI പ്രോസസ്സർ വികസിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഡിജിറ്റൽ സർവകലാശാലയാണ് വികസിപ്പിച്ചെടുത്തത്. അതിൻ്റെ പേരാണ് കൈരളി. അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനം ചെയ്യപ്പെട്ട തീയതി 2024 ജനുവരി 22. അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച പുതിയ വിഗ്രഹത്തിൻ്റെ പേരാണ് ബാലക് റാം എന്നാണ് അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച പുതിയ വിഗ്രഹത്തിൻ്റെ പേര്. അപ്പോൾ 2024 ജനുവരിയിൽ നടന്ന കറണ്ട് അഫേഴ്സ് അല്ലെങ്കിൽ ജനുവരിയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 3 അടുത്ത വീഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും കൂട്ടുകാരെല്ലാം നന്നായിട്ട് പഠിക്കുക. എക്സാംസൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ പരിശ്രമിക്കുക. എല്ലാവരും PSC വിന്നർ എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും വളരെയധികം നന്ദി. കൂട്ടുകാരെ, ജനുവരി 2024 കറണ്ട് അഫേഴ്സിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ